എഴുന്നേൽക്കാം, നാം മുന്നേറിടാം യേശുവിൻ സാക്ഷികളായി. അവനല്ലോ ജീവനെ നൽകിയത്, ഭയമിനി വേണ്ടതില്ല. എഴുന്നേൽക്കാം, നാം മുന്നേറിടാം യേശുവിൻ സാക്ഷികളായി. അവനല്ലോ ജീവനെ നൽകിയത്, ഭയമിനി വേണ്ടതില്ല. അവൻ വിശ്വസ്തനാകും ദൈവമല്ലോ, താങ്ങി നമ്മെ നടത്തും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. ക്രൂശിതനായി കർത്തൻ കാൽവരിയിൽ ജീവനെ നൽകിയതാ. ത്യാഗത്തെ ഓർത്തിടാം ഇന്നുമെന്നും, അവനല്ലോ രക്ഷയിൻ പാറ. ക്രൂശിതനായി കർത്തൻ കാൽവരിയിൽ ജീവനെ നൽകിയതാ. ത്യാഗത്തെ ഓർത്തിടാം ഇന്നുമെന്നും, അവനല്ലോ രക്ഷയിൻ പാറ. അവൻ വിശ്വസ്തനാകും ദൈവമല്ലോ, താങ്ങി നമ്മെ നടത്തും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം: നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ബി വാച്ച്ഫുൾ ആൻഡ് കൺട്രോൾ യുവർ സെൽസ്. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതുകൊണ്ട് ആരോഗ്യത്തോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ചതിനായി നന്ദിയപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബി വാച്ച്ഫുൾ ആൻഡ് കൺട്രോൾ യുവർ സെൽഫ്. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം തിരുവചനം. നിർമ്മതരായിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ബി വാച്ച്ഫുൾ ആൻഡ് കൺട്രോൾ യുവർ സെൽഫ്സ്. യുവർ എനിമി ദ ഡെവിൾ ഈസ് ലൈക്ക് എ റോറിംഗ് ലയൺ. ഹി പ്രൗൾസ് അറൗണ്ട് ലുക്കിംഗ് ഫോർ someone to swallow up. ആമേൻ. ഇന്ന് ലോകത്തിൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് ആത്മനിയന്ത്രണമില്ലാതെ പ്രതികരിക്കുന്നതിലാണ്. ഒരു വ്യക്തി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരുന്നാൽ നമ്മിലെ സ്വാർത്ഥ മനുഷ്യൻ ഉണരും. സ്തോത്രം. എങ്ങനെയെങ്കിലും അവരെ എതിർത്ത് സ്വന്തം കാൽക്കീഴിൽ വരുത്തുവാൻ ഇങ്ങനെയുള്ളവർ ശ്രമിക്കും. അത്തരത്തിലുള്ള സ്വഭാവമുള്ള വ്യക്തികളാണ് ഈ സൂര്യൻ്റെ ചൂട് കൂടുന്നതനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ കാണുന്ന പരാജയങ്ങൾക്ക് മുഖ്യ കാരണം സ്വയം തല ഉയർത്തി നിൽക്കുന്നതാണ്. സ്വയം, ഞാനെന്ന ഭാവം തല ഉയർത്തി നിൽക്കുന്നതാണ്. എല്ലാവരെക്കാളും എങ്ങനെയെങ്കിലും ഉന്നതനാകണം എന്ന ചിന്താഗതി ഏത് മേഖലകളിലും ഇന്ന് കാണുവാൻ കഴിയും. ഈ സ്വയം മനുഷ്യരിൽ കൊണ്ടുവരുന്നത് ദുരാത്മശക്തിയാണ്, സാത്താനാണ്. ഈ സാത്താൻ്റെ അഹങ്കാരമാണ് അവനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി വീഴ്ത്തിയതെന്ന് യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായി ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ആ വചനഭാവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യെശയ്യാ 14-ാം അധ്യായം
12 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നു അരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലേ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. ഈ അരുണോദയപുത്രനായ ലൂസിഫറിനെ പോലെ അഹങ്കരിക്കുന്ന ഒത്തിരി ലൂസിഫറിൻ്റെ കോളേജിൽ പഠിക്കുന്ന ലൂസിഫർ മാർ ഇന്ന് സഭകളിൽ വളരെയധികം ഡിഗ്രി എടുക്കാൻ വന്നിട്ടുണ്ട്, കുടുംബങ്ങളിലുണ്ട്. ഈ ഒരു അഭിഷേകമുള്ള വ്യക്തിയാണോ ഇല്ലയെന്ന് ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഇങ്ങനെ വെട്ടേറ്റ് മരുഭൂമിയിൽ പതിച്ച സാത്താൻ ഈ അഹങ്കാരവും സ്വയവും മറ്റുള്ളവരിലേക്ക് ഇന്നും കുത്തി നിറച്ച് കലഹവും അസമാധാനവും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരിൽ ആത്മനിയന്ത്രണം ഇല്ലാതെയാകുന്നു. അത്തരത്തിലുള്ള വ്യക്തികൾ സഭയിൽ ദൂതനും വീട്ടിൽ ഭൂതവുമായിരിക്കും. താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഉറവിടമായി യേശു വസിക്കുന്ന ഇടമാണ് നമ്മുടെ ശരീരമാകുന്ന മന്ദിരം. സാത്താൻ്റെ തന്ത്രങ്ങളിൽ വീഴുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം സാത്താൻ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവർക്ക് സ്വസ്ഥമാകുവാൻ കഴിയാതെ വരും. അവരിൽ സാത്താൻ അഹങ്കാരവും സ്വാർത്ഥതയും നിറച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് എല്ലാ സാഹചര്യങ്ങളിലും ആത്മസംയമനം പാലിക്കുവാൻ കഴിയാതെ വരുന്നു. മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആത്മീയതയെ തകർക്കുവാൻ ഇടവരുത്തരുത്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് 1 ലേഖനം 5 അധ്യായം 8 തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നിർമ്മതരായിരിപ്പിൻ, അതായത് ആത്മനിയന്ത്രണമുള്ളവരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. അത്തരത്തിലുള്ള ഈ ദുരാത്മശക്തികൾ കുടുംബത്തിലുണ്ട്, കൂട്ടായ്മയിലുമുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ അവർ പ്രവാചകനായിരിക്കാം, ഒരു പ്രവാചിയായിരിക്കാം, ആത്മീയ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, 50 സ്തോത്രം കൂടുതൽ പറയുന്ന ആളായിരിക്കാം, വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ അകത്തിരിക്കുന്ന വ്യക്തി വേറെയാണ്. പുറമേ ഇത് മനുഷ്യനെ കാണിക്കാൻ വേണ്ടി ഈ ബാഹ്യവേഷമൊക്കെ ധരിച്ചിരിക്കുന്ന ഒത്തിരി വെള്ളയും ധരിച്ച ലൂസിഫറിൻ്റെ കുടുംബാംഗങ്ങൾ ഒത്തിരി ഇറങ്ങി മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണമെന്ന് ഓർത്തോളണം. എപ്പോഴും ശാന്തരായിരിപ്പീൻ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മത്തായി 5:37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. കണ്ണിനു പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. സ്തോത്രം. ഇന്നിപ്പോൾ ഒന്ന് പറഞ്ഞ അടുത്തതിന് കൈവക്കുന്ന അഭിഷിക്തരാണ് കൂടുതൽ. ദീർഘക്ഷമയെന്ന് പറയുന്നൊരു കാര്യം വളരെ ആയുസ് പോലെ ഉരുകി ഇല്ലാതെക്കൊണ്ടിരിക്കുന്നു. മഞ്ഞ് ഉരുകി തീരുന്ന പോലെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ആത്മനിയന്ത്രണം പാലിക്കുക. നമ്മുടെ വികാരങ്ങളെ മറ്റുള്ളവരല്ല നിയന്ത്രിക്കേണ്ടത്, നാം സ്വന്തമായാണ് നിയന്ത്രിക്കേണ്ടത്. ഇന്ദ്രിയത്തെ ജയിക്കുവാൻ കഴിയാത്തവനിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. ദിസ് ഇസ് സംതിങ് പേഴ്സണൽ, വ്യക്തിപരമായൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ആത്മനിയന്ത്രണം ഉള്ളവരായിരിക്കണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും. ഞാൻ പ്രാർത്ഥിച്ചാലുണ്ടല്ല, ഞാൻ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിച്ചാൽ എപ്പോ നീ എൻ്റെ മുൻപിൽ മുട്ടുമടക്കി നോക്കിയാൽ മതി. ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ആത്മീയരെന്ന് പറയുന്നവരുണ്ട്. സ്തോത്രം. അപ്പോൾ ആത്മനിയന്ത്രണം ഇല്ലാത്തവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. പലരോട് പോരാടിയും യുദ്ധം ചെയ്തും സമാധാനത്തിനായി ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല. നാം എല്ലാവരും ജീവനുള്ള കല്ലായി യേശു എന്ന മൂലക്കല്ലിനോട് ചേർന്ന് പണിഞ്ഞ് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ
ആത്മീയ ഗൃഹമായി പണിയപ്പെടേണ്ടവരാണ്. അങ്ങനെ പണിയണമെങ്കിൽ നാം തമ്മിൽ ഒരു ശരീരത്തിന്റെ അവയവങ്ങളാകണം. അപ്രകാരമുള്ള ഒരു വിധേയത്വവും പങ്കുവെക്കലും ഒരുമപ്പെടലും ഉള്ള ഒരു കൂട്ടായ്മയിലാണോ സഹോദര നീ ചേർന്ന് നിൽക്കുന്നത്? അത് പരസ്പരം അടിച്ച് പീറിഞ്ച് നീയും മറ്റുള്ളവരെ തകർക്കാൻ ഒരു ഉപകരണമായി മാറരുത്. ഒരവയവവും വേദനപ്പെടാൻ പാടില്ല. ഒരവയവത്തിന് തന്നെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എല്ലാ അവയവങ്ങളും ഐക്യതപ്പെട്ട് തലയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാലേ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. ഓർത്തോളണം, ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ഹെഡും യേശുക്രിസ്തു മാത്രമാണെന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ പുറത്തു തള്ളുന്ന വെളുത്ത ഭക്തന്മാരുണ്ട്. സ്തോത്രം. സഭ ഒന്നേ ഉള്ളു, ഒത്തിരി സഭകളില്ല. സഭയുടെ തലവൻ യേശു ക്രിസ്തു മാത്രമാണ്. അടിസ്ഥാനം പത്രോസല്ല, ക്രിസ്തു എന്ന് പറയാണ്. ചിന്തിച്ചു നോക്ക് സഹോദരാ സഹോദരി, നമ്മളുടെ തല യേശുവാണ്. ആ യേശുവിൽ നിന്നും വരുന്ന നിർദ്ദേശമനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് തലയിരിക്കേണ്ട സ്ഥലത്ത് തല തന്നെ ഇരിക്കണം. വാലിരുന്നാൽ വിഷയം മാറും. അതിനാൽ നാം എല്ലാവരും ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളും ആണെന്ന ചിന്താഗതിയോടെ പെരുമാറിയാൽ തമ്മിൽ ക്ഷമിക്കുവാനും ആത്മനിയന്ത്രണം പാലിക്കുവാനും നമുക്ക് കഴിയും. നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ സ്നേഹം ഉള്ളിൽ വസിച്ചാൽ എല്ലാ സാഹചര്യങ്ങളും ആത്മനിയന്ത്രണം പാലിച്ച് ജീവിതം സമാധാനമായി കൊണ്ടുപോകുവാൻ നമ്മൾക്ക് സാധിക്കും. അതിനാൽ നമ്മുടെ കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. വിശുദ്ധ പത്രോസ്ലീഹായുടെ ഉപദേശം നമുക്ക് ഹൃദയത്തിൽ ഒന്ന് പതിപ്പിച്ചു വെക്കാം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. വേലക്കാരെ പൂർണ്ണ ഹൃദയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പിൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യേശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. കർത്താവിൻ്റെ മാതൃക മാത്രമേ ഉള്ളൂ. ഈ മാതൃകയല്ല പലപ്പോഴും നമ്മൾ പിന്തുടരുന്നത്. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഞങ്ങൾ പോകും. കർത്താവ് അങ്ങനെ പലതും പറയും, ബൈബിൾ അങ്ങനെ പലതും പറയും. പക്ഷേ നമ്മൾ പാരമ്പര്യമായിട്ട് സഭയിൽ പറയുന്ന, സഭ പഠിപ്പിക്കുന്നത്, സഭ പറയും എന്ത് ചെയ്യണമെന്ന്. അത് പരിശുദ്ധാത്മാവല്ല, ദൈവത്തിൻ്റെ വചനമല്ല, ബൈബിളല്ല, സഭ പറയും. ഇത്തരത്തിലുള്ള മനുഷ്യനെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ടീച്ചിങ്ങുമായിട്ട് നിൽക്കുന്ന അനവധി സോക്കോൾഡ് ഗുരുക്കന്മാർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ആരാണ് നമ്മുടെ ഗുരു? ആരെയാണ് അനുഗമിക്കേണ്ടത്? ആരെയാണ് അനുസരിക്കേണ്ടത്? സ്ലീഹന്മാർ എന്താണോ കാണിച്ചു തന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. അവരെ യേശുവിനെയാണ് അനുകരിച്ചതും അനുസരിച്ചതും. നമുക്ക് മറ്റാരുമില്ല, യേശു മാത്രം, യേശു മാത്രം. ഈ ചിന്തകളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യന്റെ പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ശ്രവിക്കുവാനും പരിശുദ്ധാത്മാവതയും ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നതേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നതേ, അവ ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തോടൊപ്പം ചേർന്ന് ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ അവിടുത്തോട് ചേർന്ന് നടക്കാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചനപ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണ്. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് കർത്താവേ, പോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം നിന്റെ ദാസന്റെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതം അപ്രകാരം നിറവേറുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, ക്രിസ്ത്യാനി എന്നുള്ള ഒറ്റ കാരണത്താൽ അനേക രാജ്യങ്ങളിൽ അനേകരെ കൊന്നൊടുക്കുന്ന ഒരു രീതി ഇപ്പോഴും ഉണ്ടല്ലോ.
അത്തരത്തിലുള്ള ദുഷ്ടഹൃദയത്തോടെ നിൽക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിന് മാനസാന്തരമുണ്ടാകട്ടെ, രൂപാന്തരമുണ്ടാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കും, സ്നേഹിക്കും, ബഹുമാനിക്കും ചെയ്യുന്ന തിരുവചന പ്രകാരമുള്ള മക്കളായി തന്നെ വളർന്നു വരുവാൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എക്സാം എഴുതുവാൻ മക്കളെ അവിടെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുമുള്ള എക്സാം നല്ല രീതിയിൽ തന്നെ അതിൽ പങ്കുകൊള്ളുവാൻ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ബുദ്ധിമണ്ഡലം അനുഗ്രഹിക്കപ്പെടട്ടെ. സകല ഭയവും വിട്ടുമാറട്ടെ. സകല സാംക്രമിക രോഗങ്ങളും മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. മദ്യപാനത്തിനും വെറിക്കൂത്തിനും മയക്കുമരുന്നിനും അടിമകളായി മനസ്സിൻ്റെ നിലതെറ്റി ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ആ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ. ദൈവമേ, ദൈവഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വിശുദ്ധവർഗമായി മക്കൾ ജീവിക്കുവാൻ അവരെ അവകാശമായി ചോദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൂരത്തഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടുത്തെ ചെറും കീഴിൽ അവരെ മറച്ചോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവേ. നീ കടം വാങ്ങിക്കുന്നവനായിരിക്കില്ല, കടം കൊടുക്കുന്നവനായിരിക്കുമെന്നുള്ള വചനം ക്ലെയിം ചെയ്തുകൊണ്ട് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നുള്ള ഫിലിപ്പിയ ലേഖനം 4:19 ക്ലെയിം ചെയ്തുകൊണ്ട് പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കാതെ കണ്ട് മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ വേദന അനുഭവിക്കുന്ന ഒത്തിരി പേര് കർത്താവേ പലയിടങ്ങളിലുണ്ട്. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ആ നന്മ മക്കൾക്കായി തുറന്നു വരട്ടെ. വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കാതെ കണ്ട് വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട് കർത്താവ്. ഈ വർഷം തന്നെ അത്ഭുതകരമായി തക്കതായ തുണ മക്കൾക്ക് വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന എല്ലാ ശാപങ്ങളും രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടുംബത്തിൽ സമാധാനം നിറയട്ടെ, ഐക്യത നിറയട്ടെ, വിശുദ്ധിയാൽ നിറയപ്പെടട്ടെ. തലമുറകളില്ലാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം തന്നെ കർത്താവേ മക്കൾക്ക് തലമുറകളെ അവിടുന്ന് കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. സ്കൂളും കോളേജും റൺ ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു ദുഷ്ടശക്തിയും സ്കൂളും കോളേജും കടക്കാതെ കണ്ട് കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് റൺ ചെയ്യുവാനുള്ള സ്വർഗീയ ജ്ഞാനവും സാമ്പത്തികമായ നന്മകളും ആയുസ്സും ആരോഗ്യവും മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിന്തുടരാം താതൻ പാതയെ നാം അനുദിനം മറന്നിടാതെ. ചേർത്തിടുമേ നമ്മെ ഒരു ദിവസം സ്വർഗീയ ഭവനമതിൽ. പിന്തുടരാം താതൻ പാതയെ നാം അനുദിനം മറന്നിടാതെ. ചേർത്തിടുമേ നമ്മെ ഒരു ദിവസം സ്വർഗീയ ഭവനമതിൽ. അവൻ വിശ്വസ്തനാകും ദൈവമല്ലോ, താങ്ങി നമ്മെ നടത്തും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. അവൻ വീരനം നാഥൻ കരുതുമെന്നേക്കും, പാടി വാഴ്ത്തിടാം അവനെ എന്നും. എഴുന്നേൽക്കാം നാം മുന്നേറിടാം യേശുവിൻ സാക്ഷികളായി. അവനല്ലോ ജീവനെ നൽകിയത്, ഭയമിനി വേണ്ടതില്ല.